നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. അച്ഛാ, യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നു പറഞ്ഞാൽ എന്താ? നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ശരിക്കുമൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് നമുക്കൊരുമിച്ച് ആഴത്തിലുള്ള ഒരു യാത്ര പോകാം. എങ്ങോട്ടാണെന്നല്ലേ? 1947 സെപ്റ്റംബറിലെ അഖണ്ഡ ജ്യോതി മാസികയുടെ താളുകളിലേക്ക്. അവിടെ പരംപൂജ്യ ഗുരുദേവ് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജി പങ്കുവച്ച ചില കാലാതീതമായ ജ്ഞാനമുണ്ട്. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ചില കാര്യങ്ങൾ നമുക്ക് നോക്കിയാൽ. ഗുരുദേവന്റെ ഈയൊരു ശക്തമായ ആഹ്വാനത്തോടെ നമുക്ക് തുടങ്ങാം. ഇതിലെ പ്രധാന ആശയം എന്താണെന്നറിയാമോ? യഥാർത്ഥ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ടതൊന്നാണ്. വെറുതെ പുറത്ത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എന്താ കാര്യം? നമ്മുടെ ഉള്ളിൽ ഒരുപാട് ദുശ്ശീലങ്ങളുടെയും ബലഹീനതകളുടെയും അടിമയായി ജീവിക്കുകയാണെങ്കിൽ ആ കിട്ടിയ സ്വാതന്ത്ര്യം കൊണ്ട് ഒരു പ്രയോജനവുമില്ല, അല്ലേ? അതൊരു പൊള്ളയായ ഒന്നായി മാറും. അപ്പോൾ ഇങ്ങനെ ഒരു ഉണർവുള്ള ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? അതിനുള്ള വഴികളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതായത്, എങ്ങനെയാണ് നമുക്ക് ശരിക്കും സ്വതന്ത്രരാകാൻ കഴിയുക? ഏകാഗ്രമായ ഒരു മനസ്സിന്റെ ശക്തി എന്താണ്? ശരിയായ കർമ്മത്തിന്റെ പാതയിലൂടെ എങ്ങനെ മുന്നോട്ടു പോകാം? യഥാർത്ഥ ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ ഈ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ഫലമാണുണ്ടാക്കുക? വരൂ, ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ യാത്രയുടെ ആദ്യത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, പുറമേക്ക് എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒന്നിനാൽ ബന്ധിക്കപ്പെട്ടതുപോലെ? രാജ്യം രാഷ്ട്രീയമായി സ്വതന്ത്രമായ ആ സമയത്ത് ഗുരുദേവന്റെ ശ്രദ്ധ അതിലും ആഴത്തിലുള്ളൊരു കാര്യത്തിലായിരുന്നു. അതാണ് ആത്മീയ വിമോചനം, അതായത് നമ്മുടെ ഉള്ളിലെ കെട്ടുകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വശത്ത് പുറമേയുള്ള സ്വാതന്ത്ര്യം, ആഘോഷങ്ങളും സന്തോഷവുമൊക്കെയായിട്ട്, മറുവശത്ത് ആന്തരികമായ സ്വാതന്ത്ര്യം, അതായത് ശാന്തിയും ആത്മനിയന്ത്രണവുമൊക്കെ. ഇതിൽ യഥാർത്ഥ സമാധാനത്തിന്റെ അടിത്തറ ഏതാണെന്നറിയാമോ? അത് നമ്മുടെ ഉള്ളിലെ ഈ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അത് നേടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ചധികം വെല്ലുവിളികളുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ ഓരോ ദിവസവും നമ്മളോട് തന്നെ നടത്തേണ്ട ഒരു പോരാട്ടമാണ്. അപ്പോൾ ഈ പറഞ്ഞ ആന്തരിക സ്വാതന്ത്ര്യം നമുക്ക് എങ്ങനെയാണ് നേടിയെടുക്കാൻ കഴിയുക? അതിന്റെ വഴി തുടങ്ങുന്നത് നമ്മുടെ സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുന്നതിലൂടെയാണ്. നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു കാര്യമുണ്ടല്ലേ, നമ്മുടെ ഏറ്റവും വലിയ ശത്രുവും നമ്മുടെ ഏറ്റവും നല്ല മിത്രവും നമ്മുടെ മനസ്സ് തന്നെയാണ്. അപ്പോ എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ ഒന്ന് വരുതിയിലാക്കുക? അതിന് 3 സിമ്പിൾ സ്റ്റെപ്സ് ഉണ്ട്. ഒന്നാമതായി, നമ്മുടെ ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക. ചിലപ്പോൾ അത് സോഷ്യൽ മീഡിയ ആകാം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ടെൻഷനുകളാകാം. രണ്ടാമതായി, ക്ഷമ ശീലിക്കുക. ഒരു വിജയവും ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കില്ലല്ലോ. അവസാനമായി, ഏകാഗ്രത വളർത്തുക. വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, നമ്മുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നതുപോലെ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും വലിയ തടസ്സമെന്ന് പറയുന്നത് ഈ ക്ഷമയില്ലായ്മയും ഫോക്കസ് കുറവുമാണ്. അത് മറികടന്നാൽ തന്നെ പകുതി ജയിച്ചു. ഗുരുദേവൻ പറയുന്ന ഒരു കാര്യമുണ്ട്: ക്ഷമയില്ലായ്മ ഒരു ഭയാനകമായ ബലഹീനതയാണ്. ഇത് ശരിക്കും ക്ഷമയുടെയും സ്ഥിരോത്സാഹത്തിന്റെയും വില എന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. നമുക്കെല്ലാവർക്കും പെട്ടെന്ന് റിസൾട്ട് കിട്ടണം, അല്ലേ? പക്ഷേ യഥാർത്ഥ വിജയം വരുന്നത് ക്ഷമയിലൂടെയും കഠിനാധ്വാനത്തിലൂടെയുമാണ്. ഏതൊരു വലിയ കാര്യം നേടണമെങ്കിലും ഈയൊരു ഗുണം അത്യാവശ്യമാണ്. പെട്ടെന്നുള്ള ഫലങ്ങൾക്ക് വേണ്ടി ഓടുന്നത് നമ്മളെ കൂടുതൽ ദുർബലരാക്കുകയുള്ളൂ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മുടെ വിധിയെ മാറ്റാൻ കഴിയുമോ? ശരിക്കും അതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. നമ്മുടെ ഓരോ പ്രവൃത്തിയും നമ്മുടെ സ്വഭാവവും എങ്ങനെയാണ് നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ കർമ്മം തന്നെയാണ് നമ്മുടെ ഭാവിയെ തീരുമാനിക്കുന്നത്. സത്യസന്ധത, നിസ്വാർത്ഥമായ സേവനം, നല്ല കൂട്ടുകെട്ട്, അതായത് സത്സംഗം, പിന്നെ ധൈര്യം, വിനയം, ആത്മനിയന്ത്രണം, ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യേക ശക്തിയും സമാധാനവും നിറയ്ക്കും. ഇവ ഓരോന്നും ഒരു നല്ല ജീവിതത്തിന്റെ അടിത്തറയാണ് എന്ന് പറയാം. ഇനി അടുത്തൊരു ചോദ്യം: ആത്മീയത എന്നു പറഞ്ഞാൽ വെറുതെ കുറെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതാണോ, അതോ അതിനുമപ്പുറം എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. ഗുരുദേവൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, വെറുതെ യാന്ത്രികമായി ചെയ്യുന്ന ആചാരങ്ങളും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന യഥാർത്ഥ ആത്മീയതയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന്. അപ്പോൾ എന്താണ് ഈ സ്വാധ്യായം? ലളിതമായി പറഞ്ഞാൽ അത് ആത്മപഠനമാണ്. നമ്മൾ നമ്മളോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കുക. എൻ്റെ മൂല്യങ്ങൾ എന്തൊക്കെയാണ്? എനിക്കെങ്ങനെ കുറച്ചുകൂടി നല്ലൊരു മനുഷ്യനാകാൻ കഴിയും? അപ്പോൾ യഥാർത്ഥ വിശ്വാസമെന്ന് പറയുന്നത് കുറേ പൂജകളും ചടങ്ങുകളും മാത്രമല്ല, മറിച്ച് നമ്മളെ തന്നെ മനസ്സിലാക്കി നമ്മുടെ ഉള്ളിലെ നല്ല ഗുണങ്ങളെ വളർത്തിയെടുക്കുന്നതാണ്. അതാണ് യഥാർത്ഥ ആത്മീയത. ശരി, ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് അവസാനം എന്ത് കിട്ടും? ഇങ്ങനെയൊരു ഉണർവുള്ള ധാർമ്മികമായ ജീവിതം നയിച്ചാൽ നമുക്ക് എന്താണ് പ്രയോജനം? അതാണ് നമ്മുടെ അടുത്ത വിഷയം.
അതായത് ഇങ്ങനെ മാറിയൊരു ജീവിതത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? അതിലൂടെ ലഭിക്കുന്ന സമാധാനത്തെയും പ്രതിഫലങ്ങളെയും കുറിച്ച് നമുക്ക് നോക്കാം. ഇവിടെയുള്ള ആശയം വളരെ ലളിതമാണ്, പക്ഷേ ഭയങ്കര ശക്തമാണ്. നമ്മുടെ ഉള്ളിൽ എന്താണോ അത് തന്നെയാണ് നമ്മൾ പുറത്തും കാണുക. നമ്മുടെ മനസ്സ് ശാന്തമാണെങ്കിൽ, സത്യസന്ധമാണെങ്കിൽ, നമുക്ക് ചുറ്റുമുള്ള ലോകത്തിലും സമാധാനവും നന്മയും കാണാൻ കഴിയും. നേരെ മറിച്ച് നമ്മുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമാണെങ്കിലോ ലോകത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലം പോലും നമുക്കൊരു നരകം പോലെ തോന്നും. അപ്പോൾ സ്വർഗവും നരകവും മറ്റെവിടെയുമല്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ സംസാരിച്ച ഈ കാര്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം, അല്ലേ? നമ്മുടെ ഈ യാത്രയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഓർക്കാം. ഒന്നാമതായി, യഥാർത്ഥ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ബലഹീനതകളിൽ നിന്നുള്ള മോചനമാണ്. രണ്ടാമതായി, ക്ഷമയുണ്ടെങ്കിൽ ഏതു പ്രതിബന്ധത്തെയും നമുക്ക് മറികടക്കാം. പിന്നെ ഏകാഗ്രമായ ഒരു മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ പവർ. നല്ല കൂട്ടുകെട്ടുകൾ നമ്മുടെ ചിന്തകളെയും സ്വഭാവത്തെയും മെച്ചപ്പെടുത്തും. സമാധാനമായി ജീവിക്കാൻ സത്യസന്ധത അത്യാവശ്യമാണ്. ഈ കാര്യങ്ങൾ ഓർത്തുവെച്ചാൽ മതി, അത് നമ്മളെ സമാധാനത്തിലേക്കും വിജയത്തിലേക്കും നയിക്കും. ഇനി കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. യഥാർത്ഥ ആത്മീയത എന്നത് വെറും ആചാരങ്ങളല്ല, അത് ആത്മപരിശോധനയാണ്. അതായത് സ്വാധ്യായം. നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സേവിക്കുമ്പോൾ നമുക്കുള്ളിലൊരു സംതൃപ്തി കിട്ടും. പിന്നെ അത്യാഗ്രഹത്തെ മറികടക്കണം, കാരണം അത് നമ്മുടെ സമാധാനത്തെ കത്തിച്ചു കളയുന്ന ഒരു തീയാണ്. എപ്പോഴും ഓർക്കുക, നമ്മുടെ സ്വഭാവമാണ് നമ്മുടെ യഥാർത്ഥ പൈതൃകം, അല്ലാതെ പണമോ സ്വത്തോ അല്ല. ഇതിലെല്ലാം ഉപരി നമ്മുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള ശക്തി നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നിങ്ങൾക്കത് കഴിയും. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഞാൻ നിങ്ങളോടൊരൊറ്റ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ, ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ഇന്ന് നിങ്ങൾ എന്ത് ആദ്യത്തെ ചുവടുവെപ്പാണ് എടുക്കാൻ പോകുന്നത്? അത് വളരെ ചെറിയൊരു കാര്യമായിരിക്കാം, പക്ഷെ ആ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം ഓരോ ചെറിയ തുടക്കത്തിനും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും.